അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ടോടെ അയോധ്യയിലെത്തും എന്നാണ് വിവരം. അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവുന്നു. പ്രധാനമന്ത്രി നാളെ അയോധ്യയിലേക്ക് എത്താൻ പോകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങുകൾ, വിശദാംശങ്ങൾ എന്താണ് വിജയകുമാർ? ബ്രിജിത്ത്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ശേഷിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താന്ത്രിക വിധിപ്രകാരം ചെയ്യേണ്ട ചില ജോലികൾ അല്ലെങ്കിൽ പൂജാകാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇന്ന് ഗർഭഗൃഹം ശുചിയാക്കുക എന്ന ഒരു ജോലിയാണ് നടന്നത്. അത് ഈ പൂജയുടെയൊക്കെ ഭാഗമായി ചെയ്തു തീർക്കേണ്ട ഒന്നാണ്. അത് കഴിഞ്ഞ് നാളെയുള്ളത് ഇതിനോടനുബന്ധിച്ച് ഈ പ്രതിഷ്ഠാ ചടങ്ങിനനുബന്ധിച്ചുള്ള ചില പൂജാകർമ്മങ്ങളാണുള്ളത്. അത് നാളെ പൂർത്തിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട്, നാളെ ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തുമെന്നത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ അയോധ്യയിലായിരിക്കും ക്യാമ്പ് ചെയ്യുക. അതിനുശേഷം, അതായത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാവിലെ സരയൂ നദിയിൽ അദ്ദേഹം സ്നാനം ചെയ്യും. സ്നാനഘട്ടത്തിൽ അദ്ദേഹം രാവിലെ സ്നാനം ചെയ്യും. അതിനുശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ ഒരു യാത്ര, ഒരു പദയാത്രയെ, ഒരു നടന്ന് ക്ഷേത്രത്തിലേക്ക് പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനേതെങ്കിലും തരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും അതിനനുബന്ധമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ഈ അയോധ്യ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ തീർത്ഥാടകർ വരുന്നത്, ഈ ദിവസങ്ങളിൽ വരുന്നത് ഒഴിവാക്കണമെന്ന് ഇവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നേരിട്ടുമൊക്കെ അഭ്യർത്ഥിച്ചിട്ടും പക്ഷേ ആ അഭ്യർത്ഥന ഫലം കണ്ടിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടക സംഘങ്ങൾ ഇങ്ങനെ ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടേക്ക് ഒഴുകുകയാണ്. അവിടെ കൊണ്ട് ഈ അയോധ്യ നഗരം നിറഞ്ഞിട്ടുണ്ട്. ഈ അയോധ്യ നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ ഇതിനോടകം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതിൽ ആകെ 7000 പേർക്ക് മാത്രമേ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കാണാൻ കഴിയുള്ളൂ, നേരിട്ട് കാണാൻ കഴിയുള്ളൂ. അവരെ ക്ഷേത്രത്തിൽ അനുവദിച്ചിട്ടുള്ളൂ, അതിന്റെ ചുറ്റുപാടും അനുവദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരവർക്ക് വലിയ സ്ക്രീനുകളൊക്കെ സ്ഥാപിച്ച് അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ദൂരദർശനാണ് ഇതിന്റെ മുഴുവൻ സമയ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നത്. ദൂരദർശൻ അതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾക്ക് നൽകുമെന്ന് അറിയുന്നു. മറ്റു മാധ്യമങ്ങൾക്കൊന്നും അവിടേക്ക് അനുമതി ഉണ്ടായിരിക്കുന്നില്ല. അതിന്റെ സമയക്രമമൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുമുണ്ട്. ഈ സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രുചിത്ത്, സുരക്ഷയ്ക്കായി ഏതാണ്ട് 20,000-ഓളം വരുന്ന, അല്ലെങ്കിൽ 1000-ഓളം വരുന്ന പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥര് ഈ ഉത്തർപ്രദേശ് പോലീസിൽ നിന്നുള്ളവരാണ്. അവരെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NSG കമാൻഡോസിന് പരിശീലനം നൽകുന്നത് പോലെയാണ് അവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത്. അവരുടെ പരിശീലനം പൂർത്തിയാക്കി അവരാണ് ഈ ക്ഷേത്രത്തിന്റെയും ഈ മേഖലയുടെയും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അയോധ്യ പൂർണ്ണമായും ഈ ചടങ്ങിന് ഒരുങ്ങിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. റീജിത്ത്.